റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കാണാതെ തന്നെ വല്ലാത്ത പ്രിയം വെച്ചിരുന്ന ആളായിരുന്നു. എന്നാൽ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ സ്നേഹിച്ചതായ ധാരാളം സ്വഹാബിവര്യന്മാർ, ബഹുമാനപ്പെട്ടതായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വരുമ്പോൾ ധാരാളം ആളുകൾ സമ്മാനങ്ങൾ കൊടുത്തു ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. എന്നാൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ആലോചിച്ചു, ഞാൻ എന്ത് സമ്മാനമാണ് എൻ്റെ ഹബീബിന് കൊടുക്കുന്നത്? അവസാനം ഒരു ആശയം ഉദിച്ചു. അവർ തന്റെ പ്രിയപ്പെട്ട മകൻ 10 വയസ്സുള്ളതായ മകൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ തങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. തങ്ങളെ, അവിടുത്തേക്ക് നൽകാനുള്ള സമ്മാനം ഇതാണ്, എൻ്റെ മകനെ ഞാൻ അവിടുത്തേക്ക് ഏൽപ്പിക്കുകയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ശിഷ്ടകാല ജീവിതം ഹബീബായ മുത്തതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചെലവഴിച്ചു. അങ്ങനെ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ളതായ സ്നേഹം, ഇഷ്ടം അവിടെ പ്രകടിപ്പിക്കുകയാണ്. ഹബീബായ മുത്തതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്റെ സ്വഹാബത്തിനോട് ഒരിക്കൽ പറയുകയാണ്, എൻ്റെ സഹോദരങ്ങളെ എനിക്ക് കാണാൻ കൊതിയാകുന്നു. സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങളില്ലേ ഇവിടെ, ഞങ്ങൾ അങ്ങയുടെ ഉമ്മയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എൻ്റെ സഹാബാക്കളാണ്, നിങ്ങൾ എൻ്റെ അനുചരന്മാരാണ്. എൻ്റെ സഹോദരങ്ങളെന്ന് പറയുന്നത് എൻ്റെ ഉമ്മത്താണ്, ഉമ്മത്താണ്. എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയവരുണ്ട്, എനിക്ക് വേണ്ടി മൗലിദുകൾ സംഘടിപ്പിച്ചവരുണ്ട്, എന്റേതായ ചരിത്രങ്ങൾ പറഞ്ഞു പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ അനുവർത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചതായ ധാരാളം സഹോദരന്മാരിൽ കടന്നു വരാറുണ്ട്. നമ്മെ കണ്ടിട്ടില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ടതായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വല്ലാത്ത ഇഷ്ടം വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് തിരിച്ച് ഹബീബായ തങ്ങളോട് വല്ലാതെ ഇഷ്ടം വെക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم صل على نور الأنوار وسر الأسرار وضياء الأضياء ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله. أرحم الرحيم تنبراني സ്വീകരിക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടി എല്ലാ മുഅ്മിനീങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുമിച്ച് കൂടാൻ കഴിയാതെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾ, വേണ്ടപ്പെട്ടവർ, കുടുംബിനികൾ, അല്ലാഹുവേ അവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഈ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയതായ സ്വലാത്തുകൾ ഹബീബായ മുത്തതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നമ്മുടെ ഇടയിൽ രോഗങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് തമ്പുരാനെ, നീ അറിയുമല്ലോ അല്ലാഹ്. നീ ശിഫ കൊടുക്കണം അല്ലാഹ്, റാഹത്തും ബർക്കത്തും കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ, നൂറ് ആശയോടുകൂടി ഹബീബായ തങ്ങളുള്ള പ്രിയത്തോടുകൂടി മജ്‌ലിസിലിരിക്കുന്നവരുണ്ട്. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കച്ചവടങ്ങൾ നീ ഖൈറാക്കി കൊടുക്കണേ അല്ലാഹ്. നഷ്ടങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. പലിശയെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ബിസിനസ്സിൽ നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. മാനസികമായ സന്തോഷങ്ങൾ നീ നൽകണേ അല്ലാഹ്. എല്ലാവിധ റാഹത്തും ബറക്കത്തും നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്.
സാക്ഷിയായി പള്ളിയുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നതായ പ്രിയപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അന്ത്യവിശ്രമം കൊള്ളുന്നതായ മഹത്തുക്കളുടെ ദറജ നീ ഉയർത്തണേ അല്ലാഹ്. ലോക മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇതര രാജ്യങ്ങളിൽ മുസ്ലിമീങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, എല്ലാവിധ റാഹത്തും ബർക്കത്തും നീ ഏവർക്കും നൽകണേ അല്ലാഹ്. സർവ്വോപരി റബ്ബേ, നാളെ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നീ ഏകണേ അല്ലാഹ്. അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ, നീ അറിയുമല്ലോ തമ്പുരാനെ, സുഖമില്ലാതിരിക്കുന്നവർക്ക് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, ശിഫാ കൊടുക്കണം അല്ലാഹ്. മരണപ്പെട്ടു പോയവർക്ക് റബ്ബേ നീ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ അല്ലാഹ്. ശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ നീ മജ്ലിസിലേക്ക് ഓദീനം നൽകിയ ധാരാളം സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്ന് ഓദീനം നൽകുന്നതായ സഹോദരനെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. സർവ്വോപരി റബ്ബേ, നീ മഹ്ശർ എളുപ്പമാക്കണേ അല്ലാഹ്. നരകത്തിൽ നിന്നുള്ളതായ കാവൽ ഞങ്ങൾക്ക് ഏവർക്കും നീ നൽകണേ അല്ലാഹ്. മുത്തഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരച്ചെന്ന് വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് പറയാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നീ നൽകണേ അല്ലാഹ്. നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ നമ്മളോടൊപ്പം നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. റബ്ബനാ ലാ തറുദ്ദന്ന അയ്ദിയനാ ഖായിബീൻ ബിസ്സബബി ദുനൂബിനാ യാ റബ്ബൽ ആലമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം وعلى محمد صلى الله عليه وسلم اللهم صل على محمد